അവരെനിക്ക് വെരി വെരി സ്പെഷ്യലാ. കാരണം ആദ്യമായി ഒരു പ്ലാനിങ്ങിൽ സാറയെ അവർ തോൽപ്പിച്ചു. ദി ഫസ്റ്റ് വൺ. ഒരു കോടതിക്കൂട്ടിൽ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ എന്നെ അവർ നിർത്തി. എന്താ ചന്ദ്രശേഖർ, സുഖമല്ലേ? എന്നോട് പിന്നെ അത്തരം ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായാണ് ജയിലിനകം കാണുന്നത്. കൊള്ളാം. എന്റെ പിള്ളേർക്ക് സുഖമല്ലേ? മാഡം, എനിക്ക് മനസ്സിലായില്ല. ആദ്യമായി എന്നെ ജയിലിനകം കാണിച്ച രണ്ടുപേരില്ലേ, രാധികയും വരുണും, അവർക്ക് സുഖമാണോന്നാ ഞാൻ ചോദിച്ചത്. സാറ് പുറത്തിറങ്ങാൻ കാത്തിരിക്കായിരുന്നു ഞാൻ അതിന്റെ കണക്ക് ചോദിക്കാൻ. കണക്കുകൾ അങ്ങനെയല്ലല്ലോ ചന്ദ്രശേഖർ. ആത്മാർത്ഥത കൊണ്ടാണ് ആ തോന്നലെങ്കിൽ ഞാൻ അകത്ത് കിടക്കുമ്പോ അവരോട് കണക്ക് ചോദിക്കണമായിരുന്നു. അകത്ത് വന്ന എന്നോടത് പറയണമായിരുന്നു. ഞാൻ പുറത്തെന്തെങ്കിലും ചെയ്യുന്നത് സാറയുടെ ജാമ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് അഡ്വക്കേറ്റ് തന്നെയാ പറഞ്ഞത്. നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് മാഡത്തിന്റെ ജാമ്യത്തിനല്ലേ. ബാക്കി എന്തായാലും പ്രശ്നമില്ലെന്നറിയാം. സാറയ്ക്ക് എന്താ വേണ്ടത്? ഏത് രീതിയിലാണ് അവരോട് പ്രതികാരം ചെയ്യേണ്ടത്? സാറ് പറഞ്ഞോളൂ. ചന്ദ്രശേഖർ, അവരെനിക്ക് വെരി വെരി സ്പെഷ്യലാ. കാരണം ആദ്യമായി ഒരു പ്ലാനിങ്ങിൽ സാറയെ അവർ തോൽപ്പിച്ചു. ദി ഫസ്റ്റ് വൺ. ഒരു കോടതിക്കൂട്ടിൽ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ എന്നെ അവർ നിർത്തി. നമ്പർ 2, കള്ളന്മാരും കൊള്ളക്കാരും ഉള്ള ജയിലിൽ കുറച്ചു ദിവസം എന്നെ പാർപ്പിച്ചു. പിന്നെ നമ്പർ 3, സാറ എന്ന പേരിന് കളങ്കം ഉണ്ടാക്കി. അത്രയും കുറ്റങ്ങൾ മതി ഒരുത്തനെ കൊല്ലാൻ. പക്ഷേ എന്റെ പിള്ളേരെ അങ്ങനെ ഒറ്റയടിക്കൊന്നും ചെയ്യാൻ എനിക്ക് ഉദ്ദേശമില്ല. എനിക്കവരെ സ്നേഹിക്കണം, ഒന്ന് ലാളിക്കണം. വേദന എന്താണെന്ന് പതുക്കെ പതുക്കെ മനസ്സിലാക്കി കൊടുക്കണം. അതിനെല്ലാത്തിനും അവസാനമല്ലേ കൊന്ന് തള്ളേണ്ടത്. സാറ, താനൊന്ന് റിലാക്സ് ചെയ്യ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്ക്. ബിലീവ് മീ സാറ, ഞാൻ ഇപ്പൊ തന്നെ അതിനുള്ള മാർഗങ്ങൾ നോക്കാം. എനിക്ക് തൃപ്തിയാവണം ചന്ദ്രശേഖർ. ആ തൃപ്തിയോടെ ഞാൻ നിങ്ങളുടെ തോളിൽ തട്ടും. അതുപോലെ ആയിരിക്കണം പ്രതികാരം. കേട്ടല്ലോ? രാധിക മോൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിന്നല്ലേ യശോദെ പറഞ്ഞത്? അതെ അമ്മേ, അവളിപ്പോ എത്തും. അതെ, ഭക്ഷണത്തിനുള്ള ഓർഡർ എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചായിരുന്നോ? ഇല്ല, അവരെയും കൊണ്ട് ആശുപത്രിയിൽ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് വിളിക്കാന്നാ അവള് പറഞ്ഞത്. അതുകൊണ്ട് അതിന്റെ കാര്യമൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ആ, ദാ ആള് വരുന്നുണ്ട്. അവർക്ക് എങ്ങനെയുണ്ട് മോളെ? ആ അമ്മയുടെ കാര്യത്തിൽ ഒരു നല്ല കാര്യം സംഭവിച്ചു. അതെന്താ? മക്കൾ ഉപേക്ഷിക്കുന്നവരെയും മറ്റു തണലുകളില്ലാത്തവരെയും നോക്കി നടത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടമ്മേ. ശങ്കർജി എന്നൊരു മനുഷ്യനാ അതിന്റെ എല്ലാം. ആ അമ്മ ശങ്കർജി കൊണ്ടുപോയി. എന്താ പറയാ, ഒരു ജന്മം മുഴുവൻ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട സ്ത്രീയാ. അവസാന സമയത്തിപ്പോ അനാഥാലയത്തിലുമായി. എത്ര വലിയ അലങ്കാര പേരിട്ട് വിളിച്ചാലും അത് തന്നെയല്ലേ സംഭവം. എന്തു പറഞ്ഞു അവര് പോകുമ്പോ? പാവം അമ്മേ, പോവാൻ നേരം എന്നെ കെട്ടിപ്പിടിച്ചു. അയ്യോ പാവം. ഞാൻ എപ്പോഴെങ്കിലും അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇടയ്ക്ക് വിളിക്കാം. ഈ വലിയ ഭൂമിയിൽ എവിടെയോ എന്നെ വിളിക്കാനും കാണാൻ വരാനും ഒരാളുണ്ടല്ലോ എന്നൊക്കെയാ പറഞ്ഞ്. അയ്യോ പാവം. മോള് പോയിട്ട് ഓർഡർ എന്തെങ്കിലും കിട്ടിയോന്നറിയാൻ നിൽക്കുക അവര്. ഇന്ന് നമുക്ക് ഓർഡറൊന്നും കിട്ടിയില്ല. ആളുകളുടെ രീതി ഏതാ, ഒരാൾ തള്ളിക്കളഞ്ഞാ തിരിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. നിങ്ങളാരും ടെൻഷനൊന്നും ആവണ്ട. എന്തെങ്കിലും ഒരു മാർഗം ഭഗവാൻ തന്നെ കാണിച്ചു തരും. ഹലോ, രാധികയല്ലേ?
അതെ, നിങ്ങളാരാ? എന്റെ പേര് രാമു എന്നാണ്. നിങ്ങളല്ലേ ആറ്റുവാശ്ശേരി സദ്യ നടത്തുന്ന? അതെ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അന്ന് എവിടേക്കോ ഒരു കേസിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അത് തീർന്നായിരുന്നോ? അതൊക്കെ തീർന്നു. അതിൽ ഞങ്ങൾക്ക് പങ്കൊന്നുമില്ലെന്ന് തെളിഞ്ഞു. ആ, അങ്ങനെ ഉണ്ടായോ? അപ്പോ അത് നല്ല കാര്യമാണല്ലോ. ആ മോളെ, ഞാൻ വിളിച്ചതേ ഞങ്ങൾക്കൊരു 100 പേരുടെ സദ്യ വേണമായിരുന്നു. എവിടേക്കാ? അതിവിടെ അടുത്ത് തന്നെയാ, പനംതിട്ട എന്ന് പറയും. പനംതിട്ട? ഞാനങ്ങനെ കേട്ടിട്ടില്ല. പനന്തിട്ട കഴിഞ്ഞ ആഴ്ച അച്ഛൻ പോയ സ്ഥലമല്ലേ? ആ സുഖമില്ലാതെ കിടക്കുന്ന തിരുമേനിയെ കാണാൻ. ഓ ശരിയാ. അതെ, ഇതൊരു കല്യാണ ആവശ്യത്തിനുള്ള സദ്യ. നിങ്ങള് സാധനം കൊണ്ടുവന്നാൽ മാത്രം മതി. വിളമ്പലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ആൾക്കാരും ഉണ്ടാവും. ഓ ശരി. ആ, നിങ്ങളൊന്ന് ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് തിരിച്ചു പോകാമായിരുന്നു. ഫംഗ്ഷൻ ഇനി 5 ദിവസമേ ഉള്ളൂ. ഓ ശരി സാർ, ഞങ്ങൾ വരാം. നമുക്ക് സംസാരിക്കാം. സാർ ലൊക്കേഷൻ ഒന്ന് അയക്കാമോ? അത് ഞാനിപ്പോ തന്നെ അയക്കാം. നിങ്ങൾ അധികം ലേറ്റ് ആകണ്ട കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാനുള്ളതാ. ഇല്ലില്ല, ഞങ്ങൾ ലേറ്റ് ആവില്ല. ഞങ്ങൾ വന്നോളാം. സാർ ലൊക്കേഷൻ ഒന്ന് അയക്കണം. ശരി. അതെ, ഒരു നല്ല ന്യൂസ് ഉണ്ട്. നമുക്ക് ഒരുവിധം കൊള്ളാവുന്ന ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 100 പേർക്കുള്ളതാ. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് സാറേ, അവർ കൃത്യമായിട്ട് എത്തും. സാറാ, സദ്യയുടെ ഓർഡർ ആയതുകൊണ്ട് അവള് തനിച്ചായിരിക്കും വരുന്നത്. പറഞ്ഞോ, എങ്ങനെയാ കൊല്ലേണ്ടത്? എങ്ങനെ ജീവനെടുത്താലാണ് നഷ്ടപ്പെട്ട അഭിമാനം സാറയ്ക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്? അവള് വരട്ടെ ചന്ദ്രശേഖർ. നമ്മളിനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവളല്ലേ തീരുമാനിക്കുന്നത്. വരുണിനെതിരെ യുദ്ധം ചെയ്യുന്നതിൽ എളുപ്പമാണ് രാധിക അങ്ങ് തീർക്കുന്നത്. പ്രിയപ്പെട്ടവള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുൺ ആ വേദനയും ചുമന്നുകൊണ്ട് നടക്കുന്നവനായിരിക്കും. വേറെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ സാറാ? വേറൊന്നും ചെയ്യണമെന്നില്ല. രാധികയുടെ മരണത്തിനപ്പുറം വരുണിന് വേറൊന്നിനും ശേഷിയുണ്ടാവില്ല. അവനെ കൊല്ലുകയോ കൊല്ലാതിരിക്കുകയോ അത് നമ്മുടെ ഇഷ്ടം. പക്ഷെ നമ്മുടെ ഈ പ്ലാനിങ് ഒരിക്കലും ഒരു പരാജയമാവാൻ പാടില്ല. എങ്ങനെ പരാജയപ്പെടാനാ? ഒരേ ഒരു കാര്യം മാത്രമേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായി സംഭവിക്കാനുള്ളൂ. രാധിക വരുമ്പോൾ ചിലപ്പോൾ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട ജോലിക്കാരിയെ കൂടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്.